മാനേഴ്സ് ഇല്ലാത്ത പണിയായി കാണിക്കുന്നു. സോറി. താങ്ക്സ്. സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരിയായിരിക്കും. ശ്രുതി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലും. നോക്കി കരുനാക്ക. നല്ല തങ്കപ്പെട്ട പയ്യൻ. എന്തൊരു കല, എന്തൊരു വിനയം. നിനക്കിഷ്ടമായിടി മോളെ? ഇവക്ക് എന്ത് പറ്റി? എടി വേണേ, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാ മതി. അതിന് അയാൾക്ക് ഇഷ്ടമുണ്ടേ. അത് നിനക്കെങ്ങനെ അറിയാം? അവര് സന്തോഷമായിട്ടാണല്ലോ പോയത്. പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി, കണ്ടോ? ഞാനെങ്ങും കണ്ടില്ലേ? ആ, എന്നാ ഞാൻ കണ്ടു. എടി കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് അമ്മേ, ഞങ്ങള് കൊടൈക്കനാലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് ഉടക്കിയതാ. പോയെങ്കിൽ അങ്ങ് പോട്ടടി. ഈ IPS പോയാൽ നിന്റെ ഒരു IPS വരും, ഇല്ലെങ്കിൽ IG വരും. IG ഒന്നും വേണ്ടടി. IG ആകുമ്പോ ഒരുപാട് പ്രായം വരും. എനിക്കിത് തന്നെ മതി. ഇതിനിപ്പോ എന്താ ഒരു വഴി? അവൾ ഇറങ്ങി വരും. ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി പറയുക, എടി പെണ്ണേ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം നാട്ടുകാരോട് പറഞ്ഞ് വെറുതെ എന്നെ എന്നാ അവളെ ഞാൻ ഇടിച്ച് പിരുത്തുകളെ. ആ, ഇത് തന്നെ, ഇതങ്ങ് പറഞ്ഞാ മതി. കോളേജ് വിടാൻ സമയമായി. ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട. എടി നീയും കൂടെ വാടി. വേണ്ട വേണ്ട, എന്റെ മോളങ്ങ് തനിയെ പോയാ മതി. നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതായിരിക്കും അങ്ങേർക്ക് ഇഷ്ടം. എടി ആ നിൽക്കുന്ന ആരാ നോക്കി? എവിടെ? അവിടെ. മൈൻഡ് ചെയ്യണ്ട, വേഗം പോരെ. വാ. ശ്രീദേവി, നിന്നെ വിളിക്കുന്നു. ഒന്ന് ചുമ്മാ ഇരി പെണ്ണേ. ശ്രീദേവി, തോറ്റു. ജയശ്രീ, ഞാനും താൻ എന്ത് വിചാരിച്ചാലും ശരി, തന്നെ എനിക്കിഷ്ടമായി. എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം. വെറുതെ നാട്ടുകാരടുത്ത് എങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലൊന്നുമില്ല, എന്നാലും പറയരുത്. പക്ഷേ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അടിച്ച് പിരുത്തളെ ഞാൻ. ഇന്ന് നമ്മുടെ ജീവൻ തുടങ്ങല്ലേ. നമുക്കിന്ന് ഉറങ്ങണ്ട. അല്ല, പേടിക്കണ്ട. നമുക്ക് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാം. ഞാൻ എന്റെ സർവീസിലെ ചില വീരസാഹസിക കഥകളൊക്കെ പറയാം. ആ, എന്നെ വധിച്ചാ ഞാനും വധിക്കും. ഞാൻ പാട്ട് പാടും. എവിടെയാ? ബാബുട്ടാ, തലക്കിട്ടുണ്ട്. താങ്ക് യു. എന്താ മോനെ? ബാബുവേട്ടനൊരു അപകടം പറ്റി. എങ്ങനെ? കള്ളക്കടത്തുകാരെ പിന്തുടരുമ്പോ സാറിന്റെ ജീപ്പ് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. 2 പോലീസുകാർ ഉടനെ മരിച്ചു. സാറിനെ മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. You are all right, Mr. Baburaj. ശ്രീദേവി, പറഞ്ഞു പഴകിയ പല്ലവിയോ എസ്കേപ്പിസമോ ആണെന്ന് വിചാരിക്കരുത്. മെഡിക്കൽ സയൻസിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ബാബുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ലിമിറ്റ് എത്തി. പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് നോക്കിയാലോ ഡോക്ടർ? പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. തലച്ചോറിനേറ്റ ക്ഷതം പെർമനന്റ് ആണെന്നാണ് വയ്പ്. ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് us hope for a miracle.